വാർത്തയിലേക്ക്. തിരുവനന്തപുരം മാക്കുളത്ത് CNG വാതക ചോർച്ച. CNG വാതകം കടത്തിവിടുന്ന പൈപ്പ് പൊട്ടിയാണ് ചോർച്ചയുണ്ടായത്. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, എങ്ങനെയാണ് വാതക ചോർച്ച ഉണ്ടായിരിക്കുന്നത്? എന്താണ് നിലവിലെ അവസ്ഥയും? KP അല്പസമയങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം ആക്കുളം കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപമുള്ള CNG പൈപ്പ് CNG ഗ്യാസ് കടത്തിവിടുന്ന പൈപ്പ് പൊട്ടി ചോർച്ച ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പൈപ്പിന്റെ ഈ ഒരു ഗ്യാസിന്റെ ചോർച്ച നിർത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു വരികയാണ്. അഗ്നിരക്ഷാസേനയുടെ വാഹനം അവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സമീപത്തുള്ള കടകളും കടകളോടും കടകളിൽ പ്രവർത്തിക്കുന്നവരോടും അതുപോലെ തന്നെ യാത്രക്കാരോടും പ്രദേശവാസികളെയും ഒഴിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വാതകം വലിയ തരത്തിൽ തന്നെ അന്തരീക്ഷത്തിൽ പടർന്നു പിടിക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ചോർച്ചയുള്ളത് ഈ CNG വാതകം കടന്നു പോകുന്ന പ്രധാന വാൾവാണ്. ആ വാൾവാണ് ഇത്തരത്തിൽ അടയ്ക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ചോർച്ച ഉണ്ടാകാനുള്ള കാരണം പരിസരത്ത് അവിടെ റോഡ് പണി നടക്കുകയായിരുന്നു. ആ റോഡ് നിർമ്മാണ ജോലികൾക്കിടയിൽ കുഴി കുഴിക്കുന്നതിനിടയിലാണ് ഈ പൈപ്പ് ലൈൻ പൊട്ടിയത്. ആ പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്നാണ് ഈ വാതകം ചോരുന്ന തലത്തിലേക്ക് സ്ഥിതികൾ എത്തിയത്. ഇപ്പോൾ അവിടെ അഗ്നിരക്ഷാ സേന അവിടെ എത്തി പ്രധാന വാൾവ് അടയ്ക്കുന്നതിനുള്ള നീക്കമാണ് നടത്തുന്നത്. തിരുവനന്തപുരം മേഖലയിലെ തന്നെ നഗരത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ആക്കുളം പ്രദേശമാണ്. അവിടെ അടുത്ത് തന്നെ വിദ്യാലയം അതുപോലെ തന്നെ കിംസ് അടക്കമുള്ള ആശുപത്രികൾ അടക്കം പ്രവർത്തിക്കുന്നതിന് സമീപമാണ് ഇത്തരത്തിലുള്ളൊരു ഗ്യാസ് പൈപ്പ് പൊട്ടി വാതകം ചോരുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ തിരക്കേറിയ ഒരു വീഥിയാണ് ഈ ആക്കുളം. സമീപത്ത് ആശുപത്രിയുണ്ട്, വിദ്യാലയങ്ങളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്, ഒട്ടേറെ കടകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാരെ സുരക്ഷിതമായ മേഖലകളിലേക്ക് പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞു. എത്രത്തോളം ജാഗ്രതാ നിർദ്ദേശവുമാണ് നൽകിയിട്ടുള്ളത്? അപ്പോൾ ഈ വാതക ചോർച്ച പരിഹരിക്കാനുള്ള ഇടപെടലും എത്രത്തോളം വേഗത്തിലാണ്? പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കടകൾ പ്രവർത്തിക്കുന്ന ആൾക്കാരോടും അതുപോലെ തന്നെ യാത്രക്കാരോടുമൊക്കെ ആ പരിസരത്തു നിന്ന് മാറണമെന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അവരെ ഒഴിപ്പിക്കുന്ന നടപടികളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് ഈ വാതക ചോർച്ച അത് അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാന വാൾവ് അടയ്ക്കുന്നതിനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. നിലവിലൊരു അഗ്നിരക്ഷാ സേനയുടെ വാഹനവും വളരെ ചുരുങ്ങിയ അഗ്നിരക്ഷാ ജീവനക്കാരുമാണ് പ്രദേശത്തുള്ളതെങ്കിലും വരുന്ന മണിക്കൂറുകളിൽ വരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ വാഹനങ്ങൾ അവിടെ എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഈ ഒരു ചോർച്ച അത് നിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത്. സ്കൂൾ അടക്കമുള്ളവരുണ്ട്, ആശുപത്രി അടക്കമുള്ളവരുണ്ട്, നിരവധി ആവശ്യങ്ങൾക്കായ പരിസരത്ത് കൂടി കടന്നു പോകുന്ന യാത്രക്കാരുണ്ട്. അവരെയൊക്കെ വഴിതിരിച്ചുവിടുന്ന ഗതാഗത ക്രമീകരണങ്ങൾ കൂടി നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോർച്ചയുള്ള പ്രധാന വാൾവ് അത് അടയ്ക്കുവാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുഴി കുഴിക്കുന്നതിനിടയിലാണ് ഈ CNG വാതകം കടന്നു പോകുന്ന പൈപ്പ് പൊട്ടുകയും വാതകം ചോരുന്ന സ്ഥിതിയും ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ്. വളരെ വേഗത്തിൽ ആ ഒരു വാതകം പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനാൽ തന്നെ വാൾവ് അടച്ചാൽ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു വാതക ചോർച്ച അത് നിർത്തിവെക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതിന്റെ ശ്രമങ്ങൾ തന്നെയാണ് അഗ്നിരക്ഷാ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. KP വീണ, നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കുറച്ച് ജീവനക്കാർ മാത്രമേ ഉള്ളൂ, ഒരു അഗ്നിശമന വാഹനം മാത്രമേ അവിടെയുള്ളൂ. പക്ഷേ ഈ ഒരു സജ്ജീകരണം അപര്യാപ്തമാണ്. വളരെ വേഗത്തിൽ തന്നെ നഗരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണോ, ഇടപെടൽ തന്നെയാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്പം ആശങ്ക വേണ്ട എന്നുള്ള ഒരു അറിയിപ്പ് തന്നെയാണോ ബന്ധപ്പെട്ടവർ നൽകുന്നത്? KP തീർച്ചയായും അത്തരത്തിലുള്ള നിർദ്ദേശം തന്നെയാണ് നൽകുന്നത്. ഈ വാതക ചോർച്ച അത് കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് പടരാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അഗ്നിരക്ഷാ സേനയെ സ്ഥലത്തെത്തിച്ചുകൊണ്ട് ഈ വാതക ചോർച്ച തടയുന്നതിനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരടക്കമുണ്ട്. വാഹനങ്ങൾ കടത്തിവിടുന്നില്ല, ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിരവധി പേർ, അതായത് വിവിധ ആവശ്യങ്ങൾക്കായി ഒരു യാത്രക്കാരടക്കം കടന്നു പോകുന്ന ഒരു വഴി കൂടിയാണ്. അതിനാൽ തന്നെ കർശന നിർദ്ദേശം നൽകുകയാണ്. ഒപ്പം തന്നെ ഒരു ഭാഗത്ത് ഈ ചോർച്ച തടയുന്നതിനുള്ള ശ്രമങ്ങളും തീവ്രമായി തന്നെ നടക്കുന്നുണ്ട്. അഗ്നിരക്ഷാ സേന എത്തിയിട്ടുണ്ട്. അവരുടെ വാഹനങ്ങളടക്കം എത്തിയിട്ടുണ്ട്. സമീപത്തുള്ള ആൾക്കാരോട്, വാഹനക്കാരോട് അതുപോലെ തന്നെ കട ഉടമകളോടടക്കം ഈ വ്യാപാരം നിർത്തിവെക്കുവാനും കട അടച്ചിടാനുമുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ ഈ വാതകം പടരാതിരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്ക് അടക്കം അടുത്തേക്ക് പോകാനുള്ള അനുമതിയില്ല, മാറി നിൽക്കണമെന്നുള്ളൊരു നിർദ്ദേശം
നിർദ്ദേശമാണ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. വാതക ചോർച്ച തടയുന്നതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. KP, അഗ്നിരക്ഷാ സേനയുടെ ഉദ്യോഗസ്ഥരും ഒരു വാഹനവുമാണ് ഇപ്പോൾ പ്രദേശത്ത് ഉള്ളത്. അത് തടയുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുഴിയെടുക്കുന്നതിനിടയിൽ പൈപ്പ് പൊട്ടിയാണ് ചോർച്ച ഉണ്ടായിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് വാതക ചോർച്ച ഉണ്ടായിരിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ, അത് വാതക ചോർച്ച തടയുന്നതിനുള്ള നീക്കങ്ങളും നടപടികളുമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, തിരുവനന്തപുരം ആക്കുളത്താണ് ഗ്യാസ് പൈപ്പ് ലൈനിൽ ചോർച്ച ഉണ്ടായിരിക്കുന്നത്. CNG വാതകം കടത്തിവിടുന്ന പൈപ്പ് പൊട്ടിയാണ് ചോർച്ചയുണ്ടായത്. റോഡ് കുടിച്ചപ്പോഴാണ് പൈപ്പ് പൊട്ടിയത്. ഇപ്പോൾ വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. MS വീണയാണ് വിവരങ്ങൾ നൽകിയത്.